ഗ്രാജുവേഷന് ശേഷം ACCA പോലൊരു കോഴ്സ് നല്ലതാണോ? ഇങ്ങനൊരു സംശയം നിങ്ങൾക്കുണ്ടോ? എങ്കിൽ ദിസ് വീഡിയോ ഈസ് ഫോർ യു. ഹലോ എവരിവൺ, ഇറ്റ്സ് മീ ടോണി അലക്സ്, ഫാക്കൽറ്റി അറ്റ് അലാൻ. നിങ്ങളൊരു BCom ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടന്റ് റോളിലേക്ക് ലിമിറ്റഡ് ആയിരിക്കും. എന്നാൽ നിങ്ങൾ ACCA പോലൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാക്സേഷൻ, ഓഡിറ്റ്, അനലിസ്റ്റ്, മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ് വർക്കിന് കയറിയൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആണോ? എങ്കിൽ നിങ്ങൾക്കൊരു ബെറ്റർ കരിയർ ഗ്രോത്ത് കിട്ടണമെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ ACCA പോലെ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ തന്നെയായിരിക്കും. ഇനി നിങ്ങൾ BCom കഴിഞ്ഞിരിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ACCA 5 പേപ്പർ എക്സംഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ റിമൈനിങ് 8 പേപ്പർ ക്ലിയർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ACCA ക്വാളിഫൈഡ് ആവാൻ സാധിക്കും. ഇനി നിങ്ങൾ BBA അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിഗ്രി പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്കും ACCA എക്സംഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് വൺസ് ACCA കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ ജോലികളിൽ നിങ്ങൾക്കും വർക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതിനൊക്കെ പുറമെ ACCA എന്ന് പറഞ്ഞ കോഴ്സിന്റെ ഫ്ലെക്സിബിലിറ്റി ഈ കോഴ്സിനെ കൂടുതൽ അഡാപ്റ്റബിൾ ആക്കുന്നുണ്ട്. കാരണം നമുക്ക് ഗ്രൂപ്പ് സിസ്റ്റം ഒന്നുമില്ലാണ്ട് 1 പേപ്പർ അറ്റ് എ ടൈം ചെയ്യാനായിട്ട് സാധിക്കും. സോ ഡിഗ്രി കഴിഞ്ഞ ഒരു സ്റ്റുഡന്റ് ആണെങ്കിലും ഡിഗ്രി കഴിഞ്ഞ് വർക്കിന് കയറിയ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിലും അവർക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ACCA. സോ ഈ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ബെറ്റർ ചോയ്സ് ടു ടേക്ക് ACCA ആഫ്റ്റർ യുവർ ഗ്രാജുവേഷൻ. ആൻഡ് ഫോർ മോർ ഡീറ്റെയിൽസ് ആൻഡ് എൻക്വയറീസ് contact us through the details given in the description. For more videos, subscribe the channel.